പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിനൊരുങ്ങി താലിബാൻ സേന. ദോഹയിൽ നടന്ന മൂന്നാം വട്ട വെടിനിർത്തൽ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രകോപനപരമായ ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരുന്നു. കണ്ടഹാറിലേക്ക് പാകിസ്ഥാന്റെ റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന് ഇതിനുള്ള തിരിച്ചടി ഉടനുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് താലിബാൻ സേന നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഖൈബർ പഷ്തൂൺഖ മേഖലയിലേക്ക് താലിബാന്റെ സൈനിക വിന്യാസം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. താലിബാൻ സേന വൻതോതിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. പാകിസ്ഥാനിലേക്ക് വൻ ആക്രമണത്തിന് താലിബാൻ സൈന്യം മുന്നൊരുക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഒക്ടോബർ മാസത്തിലാണ് താലിബാനും പാകിസ്ഥാനും ഇടയിൽ സംഘർഷം മൂർച്ഛിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയത്. ഇന്ത്യയിൽ ഒരാഴ്ചക്കാലത്തെ സന്ദർശനത്തിനിടയിൽ പാകിസ്ഥാൻ കാബൂളിലേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. നിരവധി അഫ്ഗാനികൾ ഇതിൽ കൊല്ലപ്പെട്ടു. ഇതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനാണ് എന്ന് താലിബാൻ ആരോപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഖൈബർ പഷ്തൂൺഖ മേഖലയിലെ പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിന് നേരെ താലിബാൻ സേനയുടെ മിന്നലാക്രമണം ഉണ്ടായി, കുഴിബോംബ് സ്ഫോടനമുണ്ടായി. 58 പാകിസ്ഥാൻ സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ താലിബാൻ സേനയെ ആക്രമിക്കുന്നതിന് പകരം കാബൂളിലേക്കും അഫ്ഗാനിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും പാകിസ്ഥാൻ വീണ്ടും വ്യോമാക്രമണം തുടർന്നു. ഈ ആക്രമണത്തിൽ നിരവധി അഫ്ഗാനികൾ കൊല്ലപ്പെട്ടു. അതിനുള്ള തിരിച്ചടി പലപ്പോഴായി പാക് സൈന്യത്തിന് നേരെ താലിബാൻ നടത്തുകയും ചെയ്തു. ഖൈബർ പഷ്തൂൺഖ മേഖലയിലെ പാകിസ്ഥാന്റെ മുഴുവൻ സൈനിക പോസ്റ്റുകളും താലിബാൻ ആക്രമിച്ച് തകർത്തു. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് താലിബാൻ ആക്രമണം നടത്തി ഇരമ്പിക്കയറി. പാകിസ്ഥാന്റെ സൈന്യം ഭയന്ന് പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോമുകൾ പിടിച്ചെടുത്ത് അവ കാബൂളിലും അഫ്ഗാനിസ്ഥാന്റെ മറ്റു പട്ടണങ്ങളിലും അഫ്ഗാൻ സേന പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി പ്രചരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സേന താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ആദ്യം വെടിനിർത്തലിന് വേണ്ടി താണൊക്കെയാണ് കൈകൂപ്പി അപേക്ഷിച്ചത്. 2 ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി താലിബാന് മുന്നിൽ അപേക്ഷിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് താലിബാൻ തയ്യാറായത്. 2 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമായിരുന്നു. പിന്നാലെ പ്രകോപനം തുറന്നത് പാകിസ്ഥാൻ തന്നെയാണ്. വീണ്ടും ഏകപക്ഷീയമായ ഒരു ആക്രമണം താലിബാനിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ നടത്തി. ഇതിന് പിന്നാലെ താലിബാൻ വീണ്ടും പാക് സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തി. 2 മേജർമാരടക്കം 10ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു. താലിബാനും തെഹ്രീക്ക് താലിബാനും ചേർന്ന സംയുക്ത ആക്രമണമാണ് പിന്നീട് പാകിസ്ഥാനെതിരെ ഉണ്ടായത്. ഈ ആക്രമണത്തിന് മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ നിലവിളിച്ചുകൊണ്ടോടി. ഒടുവിൽ വീണ്ടും വെടിനിർത്തലിന് പാകിസ്ഥാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയും ഇടനിലക്കാരാക്കി. ഒടുവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മൂന്നാം വട്ട ചർച്ചയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകാത്ത രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചു. അതായത് ഒരു വെടിനിർത്തൽ സാധ്യമാകണമെന്ന് പാകിസ്ഥാന് താല്പര്യമില്ലാത്ത രീതിയിലാണ് പാകിസ്ഥാൻ ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് താലിബാന്റെ പ്രതിനിധികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനുമായി ഒരു കോംപ്രമൈസ് ചർച്ചയില്ല. പാകിസ്ഥാനിലേക്ക് ആക്രമണം മാത്രമാണ്. ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടഹാറിലേക്ക് പാകിസ്ഥാന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഓർത്തു നോക്കാം, ഈ ചർച്ചകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിരില്ലായിരുന്നു. ഇതോടുകൂടി തന്നെ താലിബാൻ സേന ഒന്നുറപ്പിച്ചു, ഇനി പാകിസ്ഥാനുമായി സമാധാനക്കാര്യം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ അടി ഇരന്നു വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം താലിബാൻ ഒരു കാര്യം പ്രഖ്യാപിച്ചു, ഇനി അതിർത്തി കടന്നുള്ള ഏതെങ്കിലും ഭീകര പ്രവർത്തനമോ ഏതെങ്കിലും പ്രകോപനമോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞങ്ങൾ കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കുമായിരിക്കും ആക്രമണം നടത്തുക. പാകിസ്ഥാന്റെ നട്ടലൊടിക്കുമെന്ന് താലിബാൻ സേന വ്യക്തമായി പറഞ്ഞു. എന്തായാലും താലിബാൻ സേനയുടെ ശക്തി പഴയ താലിബാന്റെ ശക്തിയല്ല. അത് പാകിസ്ഥാന് ഉറപ്പായും അറിയാം. ഇന്ത്യയുമായുള്ള ഉടമ്പടി കരാറുകളിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ താലിബാന് വൻതോതിലുള്ള ആയുധങ്ങൾ എത്തിയെന്ന് പാകിസ്ഥാൻ ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നു. പണ്ട് കാലത്തെ പോലെ ഗറില്ല ആക്രമണങ്ങളോ കുഴിബോംബ് സ്ഫോടനങ്ങളോ അല്ല ഇപ്പോൾ താലിബാൻ നടത്തുന്നത്.
എണ്ണം പറഞ്ഞ സൈനിക ശക്തികളെ പോലെ റോക്കറ്റ് ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, എന്തിനെ പറയുന്നു, വലിയ ഷെല്ലാക്രമണങ്ങൾ വരെ താലിബാൻ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ പാക് സൈന്യത്തെക്കാൾ സൈനികപരമായി, ആയുധപരമായി കരുത്തുറ്റ രാജ്യമായി താലിബാൻ മാറിയിരിക്കുന്നു. അതിന്റെ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ പിന്തുണ താലിബാൻ ഉണ്ട് എന്ന് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും താലിബാനുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ ഇന്ത്യ താലിബാനെ സഹായിക്കും. താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് ഖവാജ ആസിഫ് അടക്കം, അസീം മുനീർ അടക്കമുള്ളവർക്ക് വ്യക്തമായി അറിയാം. താലിബാന്റെ ആക്രമണം മാത്രമല്ല, ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി അവരുടെ ആക്രമണം അതിശക്തമായി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ സൈനിക വ്യൂഹത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. വീണ്ടും POKയിൽ, പാക് അധീന കാശ്മീരിൽ സംഘർഷവും കലാപവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇത്തവണ ജൻസി കലാപമാണ്. അങ്ങനെ പാകിസ്ഥാൻ അടിമുടി വിറയ്ക്കുകയാണ്, അടിമുടി നടുങ്ങുകയാണ്. അടിമുടി പാകിസ്ഥാൻ തകർന്നു തരിപ്പണമാകാൻ പോവുകയാണ്. എന്തായാലും ദോഹയിൽ നടന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു. പാകിസ്ഥാന്റെ കടും പിടുത്തമാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന് താലിബാനും കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ കരാർ അലസിപ്പിച്ചതിന് പിന്നാലെ അതിർത്തികളിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് താലിബാൻ സേന. ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകാം. അത്തരമൊരു പ്രകോപനം ഉണ്ടായാൽ തൊട്ടടുത്ത നിമിഷം പാകിസ്ഥാനിലേക്ക് ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് താലിബാന്റെ ലക്ഷ്യം. അതിന് തക്ക എല്ലാവിധ സംവിധാനങ്ങളും താലിബാൻ ഒരുക്കിയിരിക്കുന്നു. താലിബാൻ പറയുന്നത് ഖൈബർ പഷ്തൂങ്ക മേഖല വഴി പാകിസ്ഥാനിലേക്ക് താലിബാന്റെ കരയാക്രമണം ഉണ്ടാകുമെന്നാണ്. ഇസ്ലാമാബാദ് വരെ തങ്ങൾ എത്തിപ്പെടുമെന്നാണ് താലിബാന്റെ ഭീഷണി. പാകിസ്ഥാന്റെ ഭരണം പിടിക്കാൻ ഖൈബർ പഷ്തൂങ്ക മേഖല, ബലൂജ് മേഖല, അതുപോലെ തന്നെ നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ താലിബാൻ നടത്തുന്നത്. പാകിസ്ഥാന്റെ ഭൂപടം മാറ്റി എഴുതും താലിബാൻ എന്ന് താലിബാൻ നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. എന്തായാലും ഈ നീക്കം പാകിസ്ഥാന്റെ അന്ത്യത്തെ ഉറപ്പിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ സൈനിക വ്യൂഹത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. വീണ്ടും POKയിൽ, പാക് അധീന കാശ്മീരിൽ സംഘർഷവും കലാപവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇത്തവണ ജൻസി കലാപമാണ്. അങ്ങനെ പാകിസ്ഥാൻ അടിമുടി വിറയ്ക്കുകയാണ്, അടിമുടി നടുങ്ങുകയാണ്. അടിമുടി പാകിസ്ഥാൻ തകർന്നു തരിപ്പണമാകാൻ പോവുകയാണ്. എന്തായാലും ദോഹയിൽ നടന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു. പാകിസ്ഥാന്റെ കടും പിടുത്തമാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന് താലിബാനും കുറ്റപ്പെടുത്തി.